ഇപ്പോൾ ഒരു സർവേ നടത്തിയില്ലെങ്കിൽ നമുക്കറിയാം ഏതാണ്ട് ഈ രീതിയിലാണ് ജനങ്ങളുടെ ഒരു പൾസ് എന്നുള്ളത്. അപ്പോൾ ഒരു ഭരണമാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് സാഹചര്യം. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള നേതാക്കന്മാരെ പോലെയല്ല. വ്യക്തമായ ആസൂത്രണവും പ്ലാനിംഗ് ഒക്കെ നടത്തിയിട്ട് ഏത് തിരഞ്ഞെടുപ്പിനും നേരിടുന്ന ആളാണ്. അദ്ദേഹം ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്, ദാനേ പൊളിറ്റീഷ്യൻ. രാഷ്ട്രീയക്കാരനേക്കാൾ കൂടുതലായിട്ട് ഒരു പ്രകടന പരനായ ഒരു കലാകാരനാണ്. ഇങ്ങനെ അവർക്ക് മത്സരിക്കാവുന്ന ജയിക്കാവുന്ന സീറ്റുകളുണ്ട്. അവിടെ നല്ലപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ജയസാധ്യത ആ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ അടുത്ത് കേരളത്തിലെ ഭരണം BJP പിടിച്ചെടുക്കും എന്നുള്ളതല്ല. ഇപ്പം ഞാൻ ഈ പേരെടുത്ത് പറഞ്ഞ മണ്ഡലങ്ങളിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് 2ാം സ്ഥാനത്തോ ഒരുപക്ഷെ 3ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രസംഗിച്ചു, റോഡ് ഷോ നടത്തി, ഉറപ്പുകൾ നൽകി. അഴിമതിക്കാരെ അഴിക്കുള്ളിലാക്കും, ഒപ്പം തന്നെ വികസനം നടപ്പിലാക്കും, കൂടുതൽ വേഗത്തിലാക്കും എന്ന്. അതിനോടൊപ്പം തന്നെ BJP പുതിയ സഖ്യങ്ങളിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2020 എന്ന പാർട്ടി BJPയുമായി സഖ്യത്തിലായിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ താമരാശൻ വിഭാഗം, മറ്റ് ചില ചെറിയ പാർട്ടികളൊക്കെ തന്നെ NDAയിലേക്ക് എത്തുകയുമാണ്. ഇത് ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തമായ പ്രവചനത്തിന് സാധിക്കുന്ന തരത്തിലേക്ക് എത്തിയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, BJP ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ ഉതകുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രധാനമന്ത്രി വരുന്നതും പുതിയ സഖ്യങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതിന് വളരെ വ്യക്തമാണ്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായിരുന്നു. അത് പിന്നെ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് കരുതി നമുക്ക് സമാധാനിക്കാമെങ്കിൽ പോലും പ്രാദേശിക വിഷയങ്ങൾ അവിടെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ ഇമ്പാക്റ്റ് കാണുകയും ചെയ്തു. അതായത് 20-ൽ 1 സീറ്റ് മാത്രമേ LDF ജയിക്കും, 1 സീറ്റ് NDA ജയിക്കും, 18 സീറ്റിൽ UDF 18 സീറ്റ് നിലനിർത്തും. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവും. അത് ഇതിനു മുമ്പത്തെ 19-ലെ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, 19-ൽ ഇവിടെ ശബരിമല ഒരു വലിയ വൈകാരിക വിഷയമായിട്ടുണ്ടായിരുന്നു. 24-ൽ അങ്ങനെ ഒരു വിഷയമില്ല. എന്നിട്ട് പോലും ഈ 18 സീറ്റ് UDFന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അതേ ഒരു പാറ്റേൺ തന്നെയാണ് കാണുന്നത്. മുനിസിപ്പാലിറ്റികൾ അധികം ജയിക്കുന്നത്, കോർപ്പറേഷനുകൾ അധികം ജയിക്കുന്നത്, ഗ്രാമപഞ്ചായത്തുകൾ അധികം ജയിക്കുന്നത്, ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തുല്യത പാലിക്കുന്ന ഒരു പ്രകടനം UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം LDFന് എതിരായ ഒരു വികാരമുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് തന്നെ BJPയുടെ സ്ഥിതി തീരെ മോശമായിട്ടില്ല. അതായത് UDFന് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അതിൻ്റെ കുറഞ്ഞൊരംശം LDFൽ നിന്ന് BJPയിലേക്ക് പോയിട്ടുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരമാണ് പ്രധാനം. UDFന് പോസിറ്റീവായിട്ടുള്ള വോട്ടല്ല, LDFന് നെഗറ്റീവായിട്ടുള്ള വോട്ടാണ്. അത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം NDTV നടത്തിയ സർവേയിലും കാണുന്നത്. സർവേ ഇപ്പോൾ ഒരു സർവേ നടത്തിയില്ലെങ്കിൽ നമുക്കറിയാം ഏതാണ്ട് ഈ രീതിയിലാണ് ജനങ്ങളുടെ ഒരു പൾസ് എന്നുള്ളത്. അപ്പോൾ ഒരു ഭരണമാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ ആ ഭരണമാറ്റത്തിൽ നിന്ന് BJPക്ക് എന്ത് പങ്ക് നേടിയെടുക്കാൻ കഴിയും? ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച പോലെ എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് 1ാം സ്ഥാനത്ത് എത്താൻ പറ്റും? കോട്ടയം എത്ര എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് എത്താൻ പറ്റും? എത്ര എണ്ണത്തിൽ ജാമ്യസംഖ്യ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും? കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കപ്പെടും. അപ്പോൾ BJP കേരള രാഷ്ട്രീയത്തിൽ ഒരു മേജർ ഫോഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. 1ാം സ്ഥാനത്ത് UDF, 2ാം സ്ഥാനത്ത് LDF എന്ന് പറഞ്ഞാലും അങ്ങനെ പ്രത്യേകിച്ച് കൂട്ടുകക്ഷികളൊന്നും ഇല്ലാത്ത, ഘടകകക്ഷികളൊന്നും ഇല്ലാത്ത ദേശീയ ജനാധിപത്യ സഖ്യം, അതിലെ BJPയും BDJS പിന്നെ വളരെ മൈനറായിട്ടുള്ള ചില പാർട്ടികളും മാത്രം. പക്ഷെ അവർ ഒരു നിർണായക ശക്തിയായിട്ട് മാറുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 19% 20% വോട്ട് കേരളത്തിൽ BJPക്ക് കിട്ടുന്നതാണ് NDTVയുടെ സർവേ പറയുന്നത്. അതെ. അത് നമുക്ക് പാടെ തള്ളിക്കളയാൻ കഴിയില്ല. എന്ന് വെച്ച് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരേ നിരക്കിൽ BJPക്ക് 20% ആയിരിക്കും എന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചില മണ്ഡലങ്ങളിൽ 25% അതിൽ കൂടുതലോ കിട്ടാം. പല മണ്ഡലങ്ങളിലും അത് 10%-ലേക്കോ 8%-ലേക്കോ താഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. എങ്കിൽ പോലും ഈ 19%-ലധികം അല്ലെങ്കിൽ 20%-ന് തൊട്ട് താഴെ വോട്ട് BJPക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് എങ്ങനെയായിരിക്കും അതിൻ്റെ രാഷ്ട്രീയമായ അടിയൊഴുക്കുകൾ, അതിൻ്റെ രാഷ്ട്രീയമായ അന്തർധാര എങ്ങനെയായിരിക്കും, എവിടെ നിന്നാണ് വോട്ട് പിടിക്കുക,
എവിടേക്കാണ് വോട്ട് പോവുക, അത് ഏത് മുന്നണിയെ കൂടുതലായിട്ട് ബാധിക്കും അല്ലെങ്കിൽ ഏത് പാർട്ടിയെ കൂടുതലായിട്ട് ബാധിക്കും എന്ന വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു അന്തിമ തീരുമാനത്തിലെത്താൻ നമുക്ക് സമയമായിട്ടില്ല. അപ്പോൾ BJP നില മെച്ചപ്പെടുത്തുന്നു എന്നൊരു തോന്നലാണ്, എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഈ 19% എന്ന് പറയുന്നത് ഏത് തരത്തിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തോന്നുന്നത്. അവർ ഈ 140 മണ്ഡലം എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശക്തി സംഭരിച്ച് പ്രവർത്തിക്കാനല്ലേ സാധ്യത? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അതെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ 140 മണ്ഡലങ്ങളുണ്ട്. 140 സ്ഥലത്ത് ഒരുപോലെ ബലം പ്രയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ BJPയുടെ സാന്നിധ്യം വളരെ ദുർബലമായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്, അല്ലെങ്കിൽ നാമമാത്രമായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്, ആ ഒരു മൈനർ ഫോഴ്സ് ആയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്, ആ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ മേൽക്കൈയുള്ള മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ വേങ്ങരയിലോ അല്ലെങ്കിൽ കൊണ്ടോട്ടിയിലൊക്കെ പോയിട്ട് BJP മത്സരിക്കാം, അവിടെ സമാന ചിന്താധികാരായ ആളുകളുടെ വോട്ട് നേടിയെടുക്കാം എന്നുള്ളതിനപ്പുറത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുകയില്ല. നേരെ മറിച്ച് അവർക്ക് കുറേ കൂടി കഴിവ് തെളിയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ അത് പല ജില്ലകളിലുമുണ്ട്. ചില ജില്ലകളിൽ ഒന്നിലധികമുണ്ട്, ചില ജില്ലകളിൽ ഒന്ന് വീതമുണ്ട്, ചിലയിടത്ത് 2, 3 ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ശക്തമായിട്ട് പ്രവർത്തിച്ച് അവരുടെ സാന്നിധ്യം തെളിയിക്കുക, കഴിയുമെങ്കിൽ ജയിക്കുക, ജയിച്ചില്ലെങ്കിൽ 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ നോക്കുക. 2ാം സ്ഥാനത്തും എത്തിയില്ലെങ്കിലും അവരുടെ സാന്നിധ്യം വളരെ പ്രകടമായി കാണത്തക്ക രീതിയിലേക്ക് ഉള്ള ഒരു അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക, കിട്ടാവുന്നതിൻ്റെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക. ഇതാണ് അവരുടെ ഉദ്ദേശം എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. അതെ, അല്ല, ഇതിപ്പോൾ ഈ സാബു എം ജേക്കബിൻ്റെ 2020 എന്ന രാഷ്ട്രീയ പാർട്ടി NDAയുമായി സഹകരിക്കുന്നത് എത്രത്തോളം ഗുണപരമായിരിക്കും? അവർക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും? സാബു എം ജേക്കബിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ലോകമഹാ രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല. അത് എറണാകുളം ജില്ലയിൽ തന്നെ പ്രധാനമായിട്ടും കുന്നത്തുനാട് അസംബ്ലി മണ്ഡലത്തിലും ആ പരിസര പ്രദേശങ്ങളിലുള്ള വളരെ ചെറിയ ഒരു മൈക്രോ ലെവൽ രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ആ പാർട്ടിയുടെ പ്രാധാന്യം എറണാകുളം ജില്ലയുടെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുറച്ച് പ്രധാനമാണ്. എറണാകുളം ജില്ലയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കോൺഗ്രസ്സിന് മേൽക്കൈയുള്ള, UDFന് മേൽക്കോയ്മയുള്ള ഒരു ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പോലെയാണ് എറണാകുളം ജില്ലയിൽ കോൺഗ്രസ്. അതെ, സാമുദായികമായിട്ടും അതിൻ്റെ ഒരു ചേരുവ അതിന് യോജിച്ചാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട സമുദായങ്ങൾ ഒന്ന് സിറിയൻ ക്രിസ്ത്യൻ സമുദായമാണ്, സിറിയൻ ജേക്കബിറ്റ്, സിറിയൻ കാത്തലിക്, പിന്നെ ലാറ്റിൻ കാത്തലിക്, മുസ്ലിം, നായർ. ഈ വിഭാഗങ്ങളൊക്കെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർ ഇനിയും കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യും, അതിന് യാതൊരു മാറ്റവും സാധാരണയിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനൊരു മണ്ഡലത്തിൽ അവർക്ക്, അങ്ങനൊരു ജില്ലയിൽ അവർക്ക് പ്രധാനമായിട്ടും മേൽക്കൈയുണ്ട്. അത് അതേസമയത്ത് തന്നെ CPM താരതമ്യേന വളരെ ദുർബലമാണ്. CPMന് മേൽക്കൈയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തന്നെ മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങൾ ശരിക്കും പറഞ്ഞാൽ 3 or 4 ഉള്ളൂ. ഒരെണ്ണം തൃപ്പൂണിത്തുറയാണ്, അവിടെ കോൺഗ്രസ് MLA ആണ്. അടുത്തത് പറവൂരാണ്, അവിടെ കോൺഗ്രസ്സുകാരനാണ്. ഇനിയിപ്പോൾ UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആകേണ്ട ആളാണ് അദ്ദേഹം. ഇടതുപക്ഷക്കാർ ഏറ്റവും അധികമുള്ള പറവൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അതെ, പിന്നെ ഹിന്ദു മെജോറിറ്റിയുള്ള മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വൈപ്പിനാണ്, അവിടെ ഇപ്പം നിലവിൽ CPMൻ്റെ MLA ആണ്. പക്ഷേ അത് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, വേണ്ടി വന്നാൽ കോൺഗ്രസ് ജയിക്കാവുന്ന സീറ്റാണ്. പിന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ കൊച്ചിയാണ്. കൊച്ചിയിൽ ഈ കോൺഗ്രസ്സുകാർ തമ്മിൽ കാലുവാരൽ കൂട്ടാണ്. അവിടെ KJ മാക്സി എന്ന് പറഞ്ഞ ഒരു CPMകാരൻ 2ാം തവണയും ജയിച്ചത്. അവിടെ കാലുവാരലില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു 60% വോട്ടുള്ള സ്ഥലമാണ്. 3ാമത്തെ LDFകാർ കൈവശം വെച്ചിരിക്കുന്ന ഒരു സീറ്റെന്ന് പറയുന്നത് കോതമംഗലമാണ്. കോതമംഗലത്തിൻ്റെ പ്രത്യേകത അവിടെ കോൺഗ്രസും കേരള കോൺഗ്രസും ചേർന്ന 65% വോട്ടർമാരുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള പൊരുത്തക്കേടുകളും പിന്നെ സാമുദായികമായിട്ടുള്ള ചില അന്തർധാരകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആൻ്റണി ജോൺ എന്ന് പറഞ്ഞ CPM സ്ഥാനാർത്ഥി ജയിച്ചത്. വേണമെങ്കിൽ ആൻ്റണിക്ക് ഒന്നുകൂടി ജയിക്കാം, കാരണം അവിടെ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ആൻ്റണി സാമാന്യം ജനസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ ഇതാണ് എറണാകുളം ജില്ലയുടെ ഒരു ചിത്രം. പിന്നെ ബാക്കിയുള്ളൊരു ഇപ്പോൾ CPMൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ്, അത് ലക്നാലോ ചന്ദ്രാലോ CPM ജയിക്കേണ്ട സീറ്റല്ല, കോൺഗ്രസ്സിന് വലിയ മേൽക്കൈയുള്ള സ്ഥലമാണ്. അവിടെയാണ് 2020 ആദ്യമായിട്ട് അവതരിച്ചത്. അതുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി ജയിക്കും, UDF സ്ഥാനാർത്ഥി തോക്കുകയും ചെയ്യുന്ന ഒരു വിപരീതത്തിലേക്ക് പോയത്. ആ മണ്ഡലമാണ് കുന്നത്തുനാട്, അത് പട്ടികജാതി സംവരണ മണ്ഡലവുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കും. അവിടെ നിന്നുള്ള എല്ലാ സീറ്റുകളും എല്ലാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു, ആ ഒരു ജയം പ്രതീക്ഷിക്കുന്നു. ആ സമയത്താണ് 2020
നേരത്തെ അവതരിച്ചാണ്. പക്ഷേ ത്രികോണ മത്സരമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 2020 ഉണ്ടായിരുന്നു. പക്ഷേ ട്രയാങ്കുലർ ഫൈറ്റ് വന്നുകൊണ്ട് അവർക്ക് സീറ്റുകളൊന്നും ജയിക്കാൻ പറ്റിയില്ല. ഇത്തവണ അങ്ങനെയല്ല. 2020 പഴയ 2020 അല്ല. ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. അതിൻ്റെ ഭാഗവാഹിത്വം വഹിച്ചുകൊണ്ട് ഭാഗമായി നിന്നുകൊണ്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇതിൽ പല തലങ്ങളുണ്ട്. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് സാബുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ് വീണ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ഇതുപോലുള്ള ആളുകളുമായിട്ട് അടുത്ത് പെരുമാറാനും പരിചയപ്പെടാനും ഒക്കെ കഴിയുന്നു. ആ മുന്നണിയിൽ ഒരു അംഗമായി തീർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ത്രില്ല് അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വേദിയിൽ സാബുവിനെ കയറ്റുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരം മുതിർന്ന BJP നേതാക്കളൊക്കെ ഇരുന്ന് കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കൊടുക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടൊരു എഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കും. അതേസമയത്ത് കോൺഗ്രസിൻ്റെ കോട്ടകളിലേക്ക് ഇവർ കടന്നു കയറാൻ നോക്കും. ഇപ്പോൾ ആസ് ഓഫ് നൗ BJPക്ക് ചവിട്ടുപടിയുള്ള ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയാണ്. അവിടെ ജയിക്കാനൊന്നും സാധ്യമില്ല. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ BJP ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ പോലും അവരുടെ ചെയർമാനും വൈസ് ചെയർമാനുമാണ് ഉള്ളത്. BJPയുടെ ഭരണ സാരഥ്യത്തിൽപ്പെട്ട ആദ്യത്തെ മുനിസിപ്പാലിറ്റി എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറയാണ്. അവിടെ ഹിന്ദു മെജോറിറ്റിയുള്ള ഒരു മുനിസിപ്പാലിറ്റിയുമാണ്. പക്ഷേ അതിനപ്പുറത്ത് മറ്റ് പഞ്ചായത്തുകളുണ്ട്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി കൊണ്ട് ഒരു മണ്ഡലമില്ല. പഞ്ചായത്തുകളിലൊക്കെ BJPയുടെ സ്ഥിതി അത്ര ശോഭനമല്ല. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും അവിടെ ഉണ്ട്. അതിന് കൂടെയാണ് ഇപ്പോൾ രണ്ടാമതൊരു A ക്ലാസ് മണ്ഡലം ആയിട്ട് കുന്നത്തുനാട് ഉയർന്നു വരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. ഓക്കെ, കുന്നത്തുനാട് പട്ടികജാതി സംവരണ സീറ്റാണ്. പക്ഷേ അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി, എത്ര വോട്ട് പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ സംഭവം മുന്നോട്ട് പോവുക എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ. നമുക്കറിയാം 2020 ആദ്യം UDFൻ്റെ ശത്രുപക്ഷത്തായിരുന്നു. അതിനുശേഷം ഭരണം അല്ലെങ്കിൽ അവിടുത്തെ MLA മാറി LDF സ്ഥാനാർത്ഥിയായി ശ്രീനിജൻ ജയിച്ചു. ശ്രീനിജൻ്റെ പഴയ ശത്രുത വീണ്ടും തുടരുന്നു. അങ്ങനെ ഇടതിൻ്റെയും ശത്രുതയിൽ എത്തുകയാണ് സാബു ജേക്കബ്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്നും പോകേണ്ടി വരുന്നു. അപ്പോൾ ഇടതിൻ്റെയും വലതിൻ്റെയും ശത്രു നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുന്നു സാബു ജേക്കബിൻ്റെ. ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോൾ ആണ് വരുന്നത്. അപ്പോൾ ഈ BJPയുമായുള്ള ബന്ധം സാബു ജേക്കബിനാണല്ലോ കൂടുതൽ സഹായമായി വരുന്നത്, അല്ലേ? അങ്ങനെ വേണം വിചാരിക്കാനായിട്ട്. സാബു ജേക്കബിന് BJPയുമായി സഹകരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ന്യൂനപക്ഷ മുഖങ്ങളായിട്ടുള്ള ചില നേതാക്കന്മാർ, പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരുപക്ഷെ രാജിവെച്ച് പോകാൻ സാധ്യതയുണ്ട്. രാജിവെച്ച് പോയാൽ പിന്നെ പഞ്ചായത്ത് മെമ്പർക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇവരുടെ പ്രസിഡൻറ്റിനോ വൈസ് പ്രസിഡൻറ്റൊന്നും താഴെ ഇറക്കാനും തൽക്കാലം പറ്റുകയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസത്തിനകത്ത് അവിശ്വാസ പ്രമേയം കൊടുക്കാനായിട്ട് പ്രൊവിഷനില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങൾ സാബുവിന് അല്ലെങ്കിൽ 2020ക്ക് ഉണ്ട് എന്നിരിക്കും. BJPയുമായിട്ട് സഹകരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ബിസിനസ്സിനും അതുപോലെ രാഷ്ട്രീയത്തിനും ഒക്കെ ഗുണകരമായിരിക്കും. കാരണം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്, അപരിമിതമായ അധികാരം കൈയാളുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ആവർത്തിക്കാനാണ് സാധ്യത. ശ്രീ താമരാക്ഷൻ ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ കൂടുമാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? താമരാക്ഷനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. താമരാക്ഷൻ RSP നേതാവ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. അവർ മാർക്സിനെ അംഗീകരിച്ചിട്ടില്ല, ലെനിനെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്സിസം ലെനിനിസം അടിസ്ഥാന പ്രമാണമായി എടുത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒരു പാർട്ടിയാണ് RSP, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. താമരാക്ഷൻ ആദ്യമായിട്ട് ഇലക്ഷൻ ജയിക്കുന്നത് RSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാരാരിക്കുളത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. മാരാരിക്കുളം ഒരു വലിയ ഇടതുപക്ഷ കേന്ദ്രമാണ്. അവിടെ PK ചന്ദ്രാനന്ദനോ മറ്റോ അദ്ദേഹം തോൽപ്പിക്കുന്നത്. അന്ന് വലിയൊരു മുന്നണിയായിരുന്നു 1977. പിന്നീട് 77 അടുത്ത 80 അദ്ദേഹം ജയം ആവർത്തിക്കുന്നു. 82 അദ്ദേഹം മണ്ഡലം മാറി മത്സരിക്കേണ്ടി വരുന്നു. അപ്പോൾ തോൽക്കുന്നു. പിന്നീട് അദ്ദേഹം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കൂടിയാണ് ഹരിപ്പാട്ട് പിന്നീട് ജയിക്കുന്നത്. അപ്പോഴൊക്കെ RSPയാണ്. പിന്നീട് ബേബി സാറിൻ്റെ സുഖമില്ലാതിന് ശേഷം, ബേബി ജോൺ സുഖമില്ലാതിന് ശേഷം ഇദ്ദേഹം ബാബു ദിവാറിനെ ഷിബു ബേബി ജോണിനെ ചേർത്ത് മുന്നണിയിൽ നിന്ന് പോകുന്നു. അവർ ഇടതു മുന്നണിയിൽ നിന്ന് UDFലേക്ക് പോവുകയാണ്. RSP ബോൾഷെവിക് എന്ന പാർട്ടി ഉണ്ടാക്കിയിട്ട്. പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും നിയമസഭയിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പഴയ നേതാവാണ്, കോളേജിൽ പ്രൊഫസറാണ്. പിന്നെ ധീവരസഭയുടെ അനിശ്ചിത നേതാവായ V ദിനകരൻ്റെ സഹോദരനാണ്. അങ്ങനെ സാമുദായികമായിട്ടും അദ്ദേഹത്തിന് കുറേ പിൻബലമുള്ള ആളാണ്. അദ്ദേഹം ഒരു തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. ഈ BJP പിന്തുണയുള്ള എനിക്കൂടെ ഏതോ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്, ഈ RSP ബോൾഷെവി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പാർട്ടി. അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, കുറേ വോട്ടൊക്കെ പിടിച്ചു. പക്ഷേ അപ്പോൾ അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല.
അങ്ങനെ താമരാക്ഷൻ വീണ്ടും ഇപ്പോൾ BJPയുടെ ഒരു സഹകാരിയായിട്ട് വരികയാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി ഒന്നുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അതിൽ BJPക്കാർ കാണുന്ന ഒന്ന് താമരാക്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ ഒരു പടക്കുതിര, രണ്ടാമത് അതിനേക്കാൾ കൂടുതലായിട്ട് ഇദ്ദേഹത്തിന് ഈ തീരദേശത്ത് ആ ധീവര സമുദായക്കാരുടെ ഇടയിൽ ഒരു പിന്തുണയുണ്ട്. അത് ശരിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ എവിടെയെങ്കിലും അവതരിപ്പിക്കുകയാണെങ്കിൽ, അദ്ദേഹം കൈവപ്പ് നടത്തി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഇറക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ ജയസാധ്യത വിജയിക്കുന്നു എന്നതിനെ കൂടുതൽ വർദ്ധിക്കുന്നു എന്നതിൽ കൂടാതെ അടുത്തുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോൾ അമ്പലപ്പുഴയിലാണ് താമരാഷ്ട്ര സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ തൊട്ടടുത്ത മണ്ഡലങ്ങൾ ഹരിപ്പാട്, അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കായംകുളം, ഇങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളിലും ഈ ധീവര സമുദായക്കാരുടെ ഇടയിൽ BJPക്ക് കടന്നു കയറാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവർ താമരാഷ്ട്രീ മുന്നിലേക്ക് കൂട്ടുന്നത് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. മറ്റൊരു കാര്യം സർ, ഈ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നു, വികസനം ഉറപ്പു നൽകുന്നു, അതിനോടൊപ്പം തന്നെ ശബരിമല വിഷയത്തിലും അദ്ദേഹം ഗ്യാരണ്ടി പറയുകയാണ്, അയ്യപ്പൻ്റെ സ്വർണം കട്ടവരാരായാലും പിടികൂടും എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. അതിനോടൊപ്പം തന്നെ റോഡ് ഷോയും നടത്തി ഇളക്കി മറിച്ചുകൊണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ശൈലി എങ്ങനെയാണ്, ഇത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും? ഇനിയും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വരവ് ഇനിയും ഉണ്ടാകും. അദ്ദേഹം ഇനിയും വരാനാണ് സാധ്യത. കാരണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യം ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള നേതാക്കന്മാരെ പോലെയല്ല. വ്യക്തമായ ആസൂത്രണവും പ്ലാനിംഗ് ഒക്കെ നടത്തിയിട്ട് ഏത് തെരഞ്ഞെടുപ്പിനും നേരിടുന്ന ആളാണ്. അദ്ദേഹം ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റാണ്, ദാനേ പൊളിറ്റീഷ്യൻ. രാഷ്ട്രീയക്കാരനേക്കാൾ കൂടുതലായിട്ട് ഒരു പ്രകടന പരനായ ഒരു കലാകാരനാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ ചലനത്തിലുമുണ്ട്, പ്രസംഗത്തിലുമുണ്ട്. വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തുന്നതിൽ, അതിന് വലിയ പ്രാമുഖ്യം നൽകുന്നതിന്, അതിന് പത്രപംക്തികളിലൊക്കെ സ്ഥാനം പിടിക്കുന്നതിന് കഴിവുള്ള ആളാണ് നരേന്ദ്രമോദി, യാതൊരു സംശയമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നടപ്പാക്കിയത്. അതായത് തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗുരുവായൂർ വന്ന് ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഇദ്ദേഹം ആർഭാടമായിട്ട് നടത്തി കൊടുത്തിട്ടുണ്ട്. സാധാരണ ഏത് വിവാഹത്തിലും ഈ വരന് കൈ പിടിച്ചു കൊടുക്കേണ്ടത് വധുവിൻ്റെ പിതാവാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കാര്യത്തിൽ അവർ ആ ഉത്തരവാദിത്തം മോഡി ഏറ്റെടുത്തു. പക്ഷേ അതിന് വലിയ ഒരു തലമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അവകാശിയായിട്ട് തൃശ്ശൂർ പ്രഖ്യാപിക്കുക, എൻ്റെ ആളാണ് സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം അവിടെ കൊടുത്തത്. അത് വിജയിച്ചു എന്നുള്ളത് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മളെ പഠിപ്പിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയുണ്ട്. പിന്നെ ഇദ്ദേഹം ഏത് മണ്ഡലത്തിൽ വന്ന് പ്രസംഗിക്കുന്നു ആ മണ്ഡലം തിരഞ്ഞെടുക്കുന്നതിലും ഒരു വലിയ ശ്രദ്ധ പുലർത്തും. ആ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും BJPക്ക് ഒരു മേൽക്കൈ കിട്ടും. ഇപ്പോൾ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ നരേന്ദ്രമോദി വന്ന് വലിയ ഒരു ഷോ നടത്തി. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ അദ്ദേഹം അവിടെ മാത്രമേ പ്രസംഗിച്ചുള്ളൂ. കാരണം BJPക്ക് മധ്യ കേരളത്തിൽ അന്നത്തെ നിലയ്ക്ക് മേൽക്കൈ ഉള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അദ്ദേഹം ഒന്ന് പ്രസംഗിച്ചു. അവിടെ തുറവൂർ വിശ്വംഭരൻ എന്ന് പറഞ്ഞാൽ മഹാരാജ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു മലയാളം പ്രൊഫസറാണ് മത്സരിച്ചത്. അദ്ദേഹവും പൊതുവെ ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള ആളാണ്. നരേന്ദ്രമോദി ഒന്ന് പ്രസംഗിച്ചിട്ട് BJP സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 30,000-ഓളം വോട്ട് പിടിക്കാൻ പറ്റി. ആ വോട്ടാണ് സത്യത്തിൽ ബാബുവിനെ തോൽപ്പിച്ചതും സ്വരാജിനെ ജയിപ്പിച്ചതും. ഇപ്പോൾ പുറമേ നോക്കുന്ന ഒരാൾക്കൊന്നും എന്താണ്, സ്വരാജ് നിലമ്പൂരിൽ നിന്ന് തൃപ്പൂണിത്തുറ വന്ന് മത്സരിച്ചു, നിരവധി തവണ അവിടെ വിജയിച്ച ബാബുവിനെ മറത്തിയടിച്ചു എന്നാണല്ലോ. പക്ഷേ അതിൻ്റെ സത്യം എന്ന് വെച്ചാൽ ബാബു തോൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വരാജ് ജയിച്ചു എന്നുള്ളതാണ്. സ്വരാജിനെ ജയിപ്പിച്ചത് അഥവാ ബാബുവിനെ തോൽപ്പിച്ചത് മോഡിയുടെ സാന്നിധ്യമായിരുന്നു, അല്ലെങ്കിൽ തുറവൂർ വിശ്വംഭരൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഘടകം അതിൻ്റെ അകത്തുണ്ട്. മോഡി വന്നാൽ അത് ഒരു ഇളക്കം അവിടെ ഉണ്ടാക്കും. വെറും മോഡി അല്ലല്ലോ, പണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ RSS കാര്യവാഹമായിരുന്ന ഒരു മോഡിയല്ല, ഇപ്പോൾ വരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പിന്നെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകടനപരനായ ഒരു കലാകാരനാണ്, ഒരു രാഷ്ട്രീയ കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ഇളക്കം ഉണ്ടാകും, ഇന്ദിരാഗാന്ധി പണ്ട് വന്നിരുന്ന പോലെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ എന്താണ് വളരെ പ്രകോപനപരമോ അല്ലെങ്കിൽ ആളുകളെ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തന ശൈലിയും പ്രസംഗ ശൈലിയുമുണ്ട്. അതൊക്കെ ജനങ്ങളുടെ മേലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടത്തിയ പോലെ, അല്ലെങ്കിൽ തുറവൂർ വിശ്വംഭരന് വേണ്ടി പ്രസംഗിക്കാൻ വന്ന പോലത്തെ ഒരു പെർഫോമൻസാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ളത്. കാരണം തിരുവനന്തപുരം BJP പിടിച്ച കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനാണ്. മുമ്പ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ അവർ ജയിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ പിടിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ആണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനവുമാണ്.
അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് അവരുടെ ഒരു ജൈത്രയാത്ര ആരംഭിക്കുന്നത് എന്ന ഒരു ഇമ്പ്രഷൻ BJP-ക്കാർ നൽകിയിട്ടുണ്ട്. അതിന് ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് മോഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഓക്കെ, മറ്റൊരു കാര്യം സാർ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു അനൗദ്യോഗിക പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇതിപ്പോൾ ഈ പ്രചാരണ വിഷയമായി വരുന്നത് ലീഗിന് എതിരെ ആഞ്ഞടിക്കുകയാണ്. ഇടതുപക്ഷത്ത് നിന്നും ഉണ്ട്, അത് NDAയുടെ ഭാഗത്ത് നിന്നുമുണ്ട്, സമുദായ നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അതായത് NDAയുടെ അതേ ശൈലിയിൽ തന്നെ CPM ആഞ്ഞടിക്കുകയാണ്. സജി ചെറിയാൻ, AK ബാലൻ തുടങ്ങിയ നേതാക്കളും വരികയാണ് ലീഗിനെതിരെ. അപ്പോൾ ഈ രീതി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വലിയൊരു പരിധിവരെ പ്രകടമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ മുസ്ലിം ന്യൂനപക്ഷം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ UDF-ൻ്റെ കൂടെ അണിനിരക്കും എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് ഒരു കാരണവശാലും BJP-യുടെ കൂടെ പോകാൻ പറ്റിയില്ല. ആ, അവർക്ക് ഇപ്പോഴത്തെ നിലയ്ക്ക് LDF-ഉമായിട്ട് സഹകരിച്ച് പോകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിം ജനസാമാന്യം, മുസ്ലിം ഇലക്ടറേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 99% അല്ലെങ്കിൽ 98-97% വോട്ടെങ്കിലും സ്വാഭാവികമായിട്ടും LDF-നെതിരായിരിക്കും, അഥവാ UDF-ന് അനുകൂലമാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം അത് രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയാം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് CPM-കാരും BJP-ക്കാരും കരുക്കൾ നീക്കുന്നത്. അതായത് മുസ്ലിം വോട്ടും കിട്ടുകയില്ല, ഹിന്ദു വോട്ട് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഹിന്ദുക്കളെ പരമാവധി പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഉത്സാഹഭരിതരാക്കുക, എന്നിട്ട് ആ വോട്ട് കൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കുക. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും BJP-ക്കാരും ഏറ്റുപിടിക്കുള്ളൂ. കാരണം CPM-കാർക്ക് മാത്രമായിട്ട് ഹിന്ദുക്കളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, അവരുടെ കോർ വോട്ടിനെ പോലും ബാധിക്കില്ലേ. അതെ. അപ്പോൾ ഈ ഹിന്ദു വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വടംവലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ക്രിസ്ത്യൻ വോട്ട് കൂടി കുറേ സമാഹരിക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണം ഒരു മുസ്ലിം ലീഗിനെതിരെയാണ് ഇവർ പ്രചരണം നടത്തുന്നതെങ്കിലും അവർക്കറിയാം മുസ്ലിം വോട്ടിൽ കാര്യമായിട്ട് ഒന്നും കിട്ടുകയില്ല. അപ്പോൾ മുസ്ലിം ഈസിക്വൾ മുസ്ലിം ലീഗ് എന്ന ഒരു സമവാക്യം ഉണ്ടാക്കി മുസ്ലിങ്ങളെ മുഴുവൻ കൂടെ നിർത്താനാണ് കോൺഗ്രസ് വരെ ശ്രമിക്കുന്നത്. മറിച്ച് മുസ്ലിം ലീഗ് ഈസിക്വൾ മുസ്ലിം ഈസിക്വൾ എന്താണ് മറ്റ് താല്പര്യങ്ങളുടെ, മറ്റ് സമുദായങ്ങളുടെ, മറ്റ് മതവിഭാഗങ്ങളുടെ ശത്രു എന്ന രീതിയിൽ ഒരു സമവാക്യം, അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നത് വളരെ അപകടകരമാണ്. ഒരു പാർട്ടി, ഒരു മുന്നണി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ രീതിയിൽ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്ത് അത് രാഷ്ട്രീയമായിട്ട് തെറ്റാണ്, ധാർമ്മികമായിട്ട് തെറ്റാണ്. പക്ഷേ അങ്ങനെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നൊരു നിലവാരത്തിലേക്ക് ഈ രണ്ട് മുന്നണികളും പോയി എന്നുള്ളതാണ് സത്യം. CPM-കാരെ അല്പം സ്വല്പം മറവും ഒളിവൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. BJP-ക്കാർക്ക് പിന്നെ മേലെഴുതി നോക്കാനില്ല. അവർ തുറന്ന സമീപനമാണ്, പണ്ടുതൊട്ടേ സമീപനം അതാണ്, ഇപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, മറ്റൊരു കാര്യം, SNDP-യും NSS-ഉം ഇപ്പോൾ ഒരുമിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, പണ്ട് അവർക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ നിയമസഭാ അംഗങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1982 തോന്നുന്നു. പക്ഷേ അതൊക്കെ തന്നെ പിന്നീട് ഇല്ലാതായി. ഇപ്പോൾ അവർ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. വീണ്ടും ഒന്നിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നേരത്തെ ഒന്നിക്കാൻ ശ്രമിച്ചു, പിന്നീട് അകന്നു, ഇപ്പോൾ വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. ഇത് ഏത് തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാക്കുക എന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, ഈ നായർ സമുദായവും അല്ലെങ്കിൽ NSS-ഉം SNDP-യും തമ്മിൽ ഐക്യപ്പെടരുത് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് എപ്പോഴെങ്കിലും യോജിക്കാം. അവരെന്തുകൊണ്ട് മുമ്പ് യോജിച്ചു, എന്തുകൊണ്ട് ഇപ്പോൾ യോജിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. മുമ്പ് ഏറ്റവും അവസാനം ഇവർ തമ്മിൽ യോജിച്ചത് ഈ മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം ഉണ്ടായ സമയത്താണ്. അതെ, അന്ന് ഇവിടെ ഭൂരിപക്ഷ സമുദായക്കാർക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് അവർ ഒരു മുന്നണി പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. നായാടി മുതൽ നമ്പൂരി വരെ ഉള്ളവരുടെ ഐക്യം എന്നൊരു ആശയം മുന്നോട്ട് വയ്ച്ചു. അങ്ങനെ BDJS എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചു. അത് വളരെ ചെറിയ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു. അവർക്ക് MLA വരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവർ പിടിച്ച വോട്ട് ആ UDF-ന് വലിയ തിരിച്ചടി ഉണ്ടാക്കി. പറവൂർ മണ്ഡലത്തിൽ മാത്രം LDF-ന് ദോഷം ചെയ്തു, ബാക്കി മിക്ക സ്ഥലത്തും അത് UDF-ന് വലിയ ദോഷം ചെയ്തു. അങ്ങനെ LDF അധികാരത്തിൽ വന്നു. അത് ശരിയാണ്. ഇനി ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, വീണ്ടും ഒരു UDF സർക്കാർ പടിവാതിൽ വന്ന് നിൽക്കുക. അതിന് ചെന്നിത്തലയായിരിക്കും, സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന് മാത്രമേ നോക്കാനുള്ളൂ. അങ്ങനെ ഒരു UDF സർക്കാർ വരികയാണെങ്കിൽ അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗായിരിക്കും. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് വലിയൊരു അപ്രമാദിത്വം കിട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു വിപത്തിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ഈ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആകെ കലങ്ങി മറിഞ്ഞൊരവസ്ഥയാണ്.
ഒരു വ്യക്തമായ ആധിപത്യം യു ഡി എഫിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്നാൽ അവർ മുന്നിലുമാണ്. എൽ ഡി എഫ് ആകെ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ ബി ജെ പിയിലേക്ക് ഒരിക്കൽ കൂടി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കറുത്ത കുതിരയാകാൻ സാധിക്കുമോ? ആര് ജയിക്കണം, ആര് തോൽക്കണം എന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കേരളം ആര് ഭരിക്കണം എന്നൊരവസ്ഥയിലേക്ക് തീരുമാനമെടുക്കാൻ തക്ക വിധത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വളരാൻ സാധിക്കുമോ? അല്ല, ബി ജെ പിക്ക് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള വളർച്ച അന്യാദൃശ്യമാണ്. നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ എൻ ഡി ടി വിയുടെ സർവേയിൽ പോലും 19% കൂടുതൽ, 20% തൊട്ട് താഴെ അവർക്ക് വോട്ട് പിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. 20% എല്ലാ മണ്ഡലത്തിലും 20% ആയിരിക്കില്ല. ചില സ്ഥലത്ത് 25, 26, 28 ശതമാനത്തിലേക്ക് പോകാം. മറ്റ് ചില സ്ഥലങ്ങളിൽ അത് 8, 9% താഴ്ന്നു പോകാം. ഇപ്പോൾ കൊണ്ടോട്ടി, വേങ്ങര പോലെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ. അല്ലെങ്കിൽ ബി ജെ പിക്ക് തീരെ പേരുറപ്പ് ഇല്ലാത്ത ദേവികുളം, അതല്ലെങ്കിൽ പീരുമേട് പോലെയൊക്കെയുള്ള മണ്ഡലങ്ങൾ പല സ്ഥലത്തുണ്ട്. അപ്പോൾ അത് അവിടെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവർക്ക് ശക്തിയുള്ള സ്ഥലങ്ങൾ, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏതാനും എം എൽ എമാരെ വേണമെങ്കിൽ ജയിപ്പിക്കാം എന്നൊരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, പിന്നെ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ, ആലപ്പുഴ ജില്ലയിൽ കായംകുളം, ഒരു പരിധിവരെ അമ്പലപ്പുഴ, എറണാകുളം ജില്ലയിൽ പ്രധാനമായിട്ട് വൈപ്പിൻ, പറവൂർ, പിന്നെ തൃപ്പൂണിത്തുറ, തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ചാലക്കുടി, ഇരിങ്ങാലക്കുട, കയ്പമംഗലം, അങ്ങനെ നാട്ടിക, ഗുരുവായൂർ വരെ, മണലൂരടക്കം ഈ തൃശ്ശൂർ നഗരമണ്ഡലം, അങ്ങനെ അവർക്ക് മേൽക്കൈയുള്ള സീറ്റുകൾ, ഇത്ര സീറ്റിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുക. പാലക്കാടാണെങ്കിൽ പാലക്കാട് ടൗൺ, അതുപോലെ തന്നെ മലമ്പുഴ, പിന്നെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നോർത്ത്, സൗത്ത്, ബേപ്പൂർ, ഇങ്ങനെ അവർക്ക് മത്സരിക്കാവുന്ന ജയിക്കാവുന്ന സീറ്റുകളുണ്ട്. അവിടെ നല്ലപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ജയസാധ്യത ആ മണ്ഡലങ്ങളെ സംബന്ധിച്ചോളം ഉണ്ട്. അതിൻ്റെ അടുത്ത് കേരളത്തിലെ ഭരണം ബി ജെ പി പിടിച്ചെടുക്കും എന്നുള്ളതല്ല. ഇപ്പം ഞാൻ ഈ പേരെടുത്ത് പറഞ്ഞ മണ്ഡലങ്ങളിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് 2ാം സ്ഥാനത്തോ ഒരുപക്ഷെ 3ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ. എങ്കിലും 1ാം സ്ഥാനത്ത് ഇപ്പോൾ അങ്ങേക്ക് പറയാൻ സാധിക്കും അവർ എത്ര സ്ഥലത്ത് എത്തുമെന്ന്? അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രവചനവും നടത്തുന്നതിൽ അർത്ഥമില്ല. ബി ജെ പിയുടെ നില അല്പം മെച്ചപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് എന്തുമാത്രം മെച്ചപ്പെടും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് കാരണം ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും. ഏതായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ മത്സരമായിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ജെ പി ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എൽ ഡി എഫിന് ഇപ്പോൾ ഒരു ഡിഫെൻസീവായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. യു ഡി എഫ് അല്പം മുന്നിലും ആണ്. എന്തായാലും ചെറിയ ചെറിയ കക്ഷികളും ഇവിടെ പ്രധാനപ്പെട്ട റോളുകൾ നിർവഹിക്കുന്ന തരത്തിലേക്ക് വരികയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖറിൻ്റെയും കൂട്ടാളികളുടെയും പ്രവർത്തനം എത്രത്തോളം ഏകോപനത്തോടെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകും, അതിനനുസരിച്ച് അവർക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും എന്നതും മറ്റൊരു വസ്തുതയാണ്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.